എനിക്ക് ഡിപ്രഷനാടാ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് 1-2 ദിവസം ആ ടെൻഷനൊക്കെ നിന്നിട്ട് അതിനുശേഷം നമ്മൾ ബാക്ക് ടു ലൈഫ് വരുന്നുണ്ട്. അതൊരിക്കലും ഡിപ്രഷനല്ല. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദൈനംദിന കാര്യങ്ങളെ ബാധിക്കണം. അത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഡിപ്രഷൻ്റെ കാരണമാണ് ശരിക്കും കണ്ടെത്തേണ്ടത്. എല്ലാ ഡിപ്രഷൻസിനും ഒരു കാരണം ഉണ്ടാവും. ആ കാരണത്തിൽ പോയി വർക്ക് ചെയ്യുന്ന സമയത്തേ ഉള്ളൂ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പലരും ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പം ആ ഒരു പ്രോബ്ലത്തിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രോബ്ലം ഉണ്ടാകുന്നതിൻ്റെ എത്രയോ മുന്നേ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഡിപ്രഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സോ നമ്മൾ എവിടെ നിന്നാണോ ഇത് തുടങ്ങിയത് അവിടെ പോയി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഡിപ്രഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് അല്ലാതെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ ഒരുത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയിലൊന്ന് നടക്കാൻ ശ്രമിക്കുക. ആ ഒരു സ്റ്റേജിനൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അവർ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഈ ചിന്തകളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.